ഹായ്, ഇപാക് പ്രീഫാബിന്റെ Q3 FY26 റിസൾട്ട് വന്നിട്ടുണ്ട്. കമ്പനിയുടെ ബിസിനസ് അനാലിസിസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്വാർട്ടർ ചെയ്തിട്ടുണ്ട്. സോ ബിസിനസിനെ പറ്റി ധാരണ ഇല്ലാത്തവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. നമുക്ക് നേരെ റിസൾട്ടിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇന്നലെയായിരുന്നു റിസൾട്ട് വന്നിരുന്നത്. അതിനുശേഷം ഇന്നായിരുന്നു മാനേജ്മെന്റ് കമന്ററി. സോ അതുകൂടെ കേട്ടതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ബിസിനസ് അനലൈസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, റിസൾട്ടിനെ അനലൈസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കാരണം എന്ന് വെച്ചാൽ റിസൾട്ട് വന്ന സമയത്ത് കമ്പനി കഴിഞ്ഞ ക്വാർട്ടറിൽ ഏകദേശം 60% മുകളിൽ ഗ്രോ ചെയ്തിരുന്നു. പാറ്റും നല്ല രീതിയിൽ ഗ്രോ ചെയ്തു. ഓപ്പറേറ്റിംഗ് ലിവറേജ് നന്നായിട്ട് കിട്ടിയിരുന്നു കമ്പനിക്ക്. ഈ ക്വാർട്ടറിൽ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു 30-35% ആണ് കമ്പനിയുടെ ഗൈഡൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ 1500 തൊട്ട് 1550 കോടി വരെ ടോപ്പ് ലൈൻ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതാണ് മാനേജ്മെന്റ് പറഞ്ഞിരുന്നത്. അതേപോലെ എബിറ്റ മാർജിൻസ് ഒരു 10-11% അല്ലെങ്കിൽ 10.5-11.5 ആ ഒരു രീതിയിലായിരുന്നു മാനേജ്മെന്റിന്റെ ഗൈഡൻസ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു 30% മുകളിലുള്ള ഗ്രോത്തും, അല്ലെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ അത്രയും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അത്രയും വരില്ല എന്നുള്ള കാര്യം ഏകദേശം അറിയാം. എന്നാലും ഒരു 30% മുകളിൽ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുമെന്നാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു ക്വാർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ഗ്രോത്ത് വന്നിരിക്കുന്നത് 22% ആണ് റവന്യൂ ഗ്രോത്ത്. അതുപോലെ പാറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 46% ഉണ്ട്. പാറ്റിൽ, അതായത് പ്രോഫിറ്റിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റിന്റെ ആൻസിപ്പേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സ്റ്റീലിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടില്ല എന്നുള്ള കാര്യമാണ് മാർക്കറ്റ്, അതായത് മാർജിൻസിൽ നല്ല രീതിയിൽ അഫക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ ഈ പറഞ്ഞ ഇപാക്കോ അല്ലെങ്കിൽ ഇന്റർആർച്ച് പോലത്തെ PB സെക്ടറിലുള്ള അല്ലെങ്കിൽ സ്റ്റീലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിലൊക്കെ അത്യാവശ്യം സ്റ്റോക്കിൽ ഒരു മൂവ്മെന്റ് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ സ്റ്റീലിന്റെ പ്രൈസ് കൊണ്ടായിരിക്കാം മേ ബി. നമ്മൾ അതിനെപ്പറ്റി ഓവറായിട്ട് വറിയിടാവേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ആളുകൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഈ കമ്പനികളിലേക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് അല്ലെങ്കിൽ മാർജിൻസിനെ അഫക്ട് ചെയ്യുന്നുള്ള കാര്യമാണ്. പക്ഷേ ആ സമയത്ത് ഈ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള നമ്പറാണ്. 22% എന്ന് പറയുമ്പോഴത്തേന് ഇവരുടെ ഗൈഡൻസിന് താഴെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. കമ്പനി മൊത്തത്തിൽ നോക്കിയാൽ ഈ ഒരു 9 മന്തിൽ കമ്പനിക്ക് ഏകദേശം 31% റവന്യൂ ഗ്രോത്ത് ഉണ്ട്. സോ അവരുടെ ഗൈഡൻസിനനുസരിച്ച് തന്നെയാണ് കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസ് ഉള്ളത്. പക്ഷേ ഈ ഒരു ക്വാർട്ടറിലെ ഫിഗർ താഴേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ റിസൾട്ട് വന്ന സമയത്ത് അത്യാവശ്യം നെഗറ്റീവായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിരുന്നത്. അല്ല അത്രയും എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷേ ഇന്ന് മാനേജ്മെന്റിന്റെ കമന്റ് കേൾക്കുമ്പോഴത്തേനും നമുക്ക് ഇന്നലെ ഫീൽ ചെയ്ത് അത്രയും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ മാനേജ്മെന്റ് ഗൈഡൻസ് കാര്യങ്ങളൊന്നും കുറച്ചിട്ടില്ല. കാരണം മാർക്കറ്റ് അത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തോന്നുന്നു. കാരണം ഇന്നിപ്പോൾ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ലോവർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ട്, 10% താഴേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു ആന്റിസിപ്പേഷൻ മിക്കവാറും ഇനി ഈ കമ്പനി ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ റവന്യൂ ഗൈഡൻസ് അച്ചീവ് ചെയ്യില്ല എന്നുള്ളതായിരുന്നു തോന്നുന്നു. പക്ഷെ അതിൽ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവർ 1500 to 1550 കോടി റവന്യൂ ഗൈഡൻസ് പറഞ്ഞു ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ പറഞ്ഞത് അവരത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. സോ അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി അടുത്ത ക്വാർട്ടറിൽ ഏകദേശം 35-50% ഗ്രോത്ത് വരുത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയാൽ കമ്പനി നമ്മൾ ഉദ്ദേശിച്ച ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്താൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് അടുത്ത ക്വാർട്ടറിൽ കൃത്യമായിട്ട് മാനേജ്മെന്റ് പറഞ്ഞ പോലെ തന്നെ കമ്പനി എക്സിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട്, അത് കൃത്യമായിട്ട് പെർഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ എബിറ്റ മാർജിൻസിൽ ചെറിയ രീതിയിൽ ഡിപ്പ് വന്നിട്ടുണ്ട്. അത് ഈ സ്റ്റീലിന്റെ പ്രൈസിന്റെ ഇൻക്രീസ് കൊണ്ട് തന്നെയാണ്. പക്ഷെ പാറ്റ് മാർജിനിലെ കാര്യങ്ങളിലൊന്നും വലിയ ഡിപ്പൊന്നും വന്നിട്ടില്ല. പാറ്റ് മാർജിൻ കുഴപ്പമില്ലാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എബിറ്റ മാർജിനിൽ ചെറിയ രീതിയിലാണ് ഡിപ്പ് വന്നിരിക്കുന്നത്. അത് അടുത്ത ക്വാർട്ടറിൽ മിക്കവാറും ഈ സ്റ്റീൽ പ്രൈസ് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ മാർജിൻസ് ഡൗൺ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ മാനേജ്മെന്റ് ഇപ്പോഴും ആ 10.5-11.5 തന്നെയാണ് ഗൈഡൻസ് തന്നിരിക്കുന്നത്. അടുത്ത വർഷങ്ങളിലേക്കുള്ള ഗൈഡൻസ് ആണ് ഈ എബിറ്റ മാർജിൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്വാർട്ടറിൽ എന്തുകൊണ്ടാണ് റവന്യൂ താഴേക്ക് പോയെന്ന് മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മെയിൻ ആയിട്ട് ബിസിനസ് വരുന്ന ഒരു ഏരിയ സൗത്ത് ഇന്ത്യയാണ്. ഈ സൗത്ത് ഇന്ത്യയിൽ ഈ വർഷത്തെ മൺസൂൺ കുറച്ച് കൂടിപ്പോയതുകൊണ്ട് തന്നെ, അതായത് നോർമലി ജൂൺ ജൂലൈ ഓഗസ്റ്റ് കൊണ്ട് തീരേണ്ട കുറച്ചുകൂടെ നാളേക്ക് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ ഇവരുടെ പല കസ്റ്റമേഴ്സിന്റെയും അവരുടെ സിവിൽ വർക്കുകൾ കുറച്ച് ഡിലേ വന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് മെയിൻ ആയിട്ട് ഇവരുടെ 2 പ്രൊജക്ടുകൾ കൃത്യസമയത്ത്, അതായത് ഈ ഡിസംബറിൽ തീരേണ്ട പ്രൊജക്ടുകൾ കൃത്യമായിട്ട് ഡിസംബറിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. അത് ഇവരുടെ പ്രശ്നമല്ല, ഇവരുടെ ക്ലയൻസിന്റെ സിവിൽ വർക്ക് ചെയ്യുന്ന അതിൽ കുറച്ച് ഡിലേ വന്നു. കാരണം മഴ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ കുറച്ച് ഡിലേ വരുമല്ലോ. അപ്പോൾ അതിപ്പോൾ മാനേജ്മെന്റിനോട് ക്ലിയർ ആയിട്ട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ ഇവരത് അറിയേണ്ടല്ലെന്ന് ചോദിക്കുമ്പോൾ അതിന് ആക്ച്വലി ഇവർക്ക് ഡയറക്റ്റ് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. കാരണം ഇവരുടെ കസ്റ്റമേഴ്സിന്റെ ബിസിനസ് ചെയ്യുന്ന വേറെ ആൾക്കാരാണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് അറിയാമായിരുന്നു എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞത്. അതിൽ കുറച്ച് ഡിലേ വന്നുകൊണ്ട് ഈ 2 പ്രൊജക്ടുകൾ വന്നില്ല. അതേപോലെ തന്നെ അന്ന് കംപ്ലീഷൻ ആയില്ലെന്നുള്ളതേ ഉള്ളൂ. അതല്ല ഈ ഒരു ക്വാർട്ടറിൽ Q4 വരും എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടറിന്റെ എൻഡിങ്ങിന്റെ സമയത്ത് ഡിസംബറിലെ ലാസ്റ്റ് വീക്കിൽ ഉദ്ദേശിച്ച പോലെ തന്നെ കൃത്യമായിട്ട് റവന്യൂസ് എല്ലാം ഇവർക്ക് അക്കൗണ്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതും ഈ ഒരു ക്വാർട്ടറിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഏകദേശം ഒരു 40-45 കോടിയോളം അങ്ങനെ ഒരു മിസ്സായിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഫിനാൻഷ്യൽ ഈ ഒരു ക്വാർട്ടറിൽ കാണിക്കേണ്ട റവന്യൂ മാറിപ്പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു 34-35% റവന്യൂ ഗ്രോത്ത് എത്തിയേനെ. പക്ഷെ അതുകൊണ്ടാണ് ഇതൊരു സ്ലിപ്പ് ആയിപ്പോയത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നിരുന്നുണ്ടെങ്കിൽ 34% തന്നെ വന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നത് അടുത്ത ക്വാർട്ടറിൽ ഞങ്ങൾ എന്തായാലും ഈ പറഞ്ഞ ഗൈഡൻസ് കൃത്യമായിട്ട് മീറ്റ് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൈഡൻസിൽ നിന്ന് ഇപ്പം ഒരു ക്വാർട്ടറിലെ ഫിഗർ മാത്രമേ താഴെ പോയിട്ടുള്ളൂ. കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസിൽ അത് വ്യത്യാസം വന്നിട്ടില്ല. അതുപോലെ മാനേജ്മെന്റ് കമന്റിലും മൊത്തത്തിൽ ആ ഒരു കോൺഫിഡൻസ് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അവരത് തിരിച്ച് അതുപോലെ തന്നെ അടുത്ത ക്വാർട്ടറിൽ പെർഫോം ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓർഡർ ബുക്കിലും കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളില്ല. ഏകദേശം 1200 കോടിയോളം ഓർഡർ ബുക്ക് അവറിലുണ്ട്.
അത് മെയിനായിട്ട് വരുന്ന PEB എന്നും അതേപോലെ തന്നെ ഇവരുടെ കഴിഞ്ഞ ക്വാർട്ടറിൽ സ്റ്റാർട്ട് ചെയ്ത സാൻഡ്വിച്ച് പാനൽസിന്റെ പ്രൊഡക്ഷൻ അതിന്റെ സെയിൽസിൽ നിന്നുമാണ് മൊത്തം ഓർഡർ ബുക്ക് ഉള്ളത് 1200 കോടി. 1000 കോടിയോളം PEB-യിലും ബാക്കിയുള്ള 200 കോടിയോളം, അതൊരു അപ്രോക്സിമേറ്റ് ഫിഗേഴ്സ് ആണ് പറയുന്നത്, 200 കോടിയോളമാണ് ഈ സാൻഡ്വിച്ച് പാനൽസിൽ നിന്ന് വരുന്നത്. പിന്നെ അവരുടെ തേർഡ് ആയിട്ടുള്ള വേറെ ബിസിനസ് എന്ന് പറയുന്നത് പാക്കിംഗ് മെറ്റീരിയൽസ് വരുന്നതാണ്. അത് LG ആണ് അവരുടെ മെയിൻ ക്ലയന്റ്. സോ അതിലേക്കും കൂടുതലായിട്ട് നമുക്ക് PEB സെക്ടറും അല്ലെങ്കിൽ പ്രീഫാബ് സെക്ടറും ആണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഈ സാൻഡ്വിച്ച് പാനലുകളും അതേപോലെ തന്നെ PEB ആണ് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. ഇവരുടെ P&L ഇപ്രാവശ്യം എംപ്ലോയി കോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ടായിരുന്നു. അത് മാനേജ്മെന്റിനോട് ചോദിക്കുമ്പോഴത്തേന് ഇവർ പുതിയ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ ഡിസ്കസ് ചെയ്തിരുന്നു, ഇവർക്ക് 3 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ആണുള്ളത്. ഒന്ന് ആന്ധ്രാപ്രദേശിലുണ്ട്, നോയിഡയിലുണ്ട്, അതുപോലെ തന്നെ രാജസ്ഥാനിലുണ്ട്. സോ ഈ ആന്ധ്രാപ്രദേശിലും രാജസ്ഥാനിലും ബ്രൗൺഫീൽഡ് എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അതേപോലെ ഈ രാജസ്ഥാനിൽ ഒരു ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ നടക്കുന്നുണ്ട് പുതിയത്. അതുകൂടാതെ ഇവർ ഗുജറാത്തിൽ പുതിയൊരു സ്ഥലം അക്വയർ ചെയ്തിട്ടുണ്ട്. അവിടെയും അടുത്ത എക്സ്പാൻഷൻ വരുന്നുണ്ട് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്ക്. സോ അതുകൊണ്ട് തന്നെ ഈ എക്സ്പാൻഷൻസ് എല്ലാം വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്പാൻഷൻ പ്ലാനിനൊക്കെ വേണ്ടിയിട്ട് ഇവർ പുതിയതായിട്ട് എംപ്ലോയീസിനെ ആഡ് ചെയ്താണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ ഗ്രോത്ത് വന്നെന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവരുടെ ക്യാപെക്സ് പ്ലാനുകളെല്ലാം പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഈ Q4 ബ്രൗൺഫീൽഡ് 2 കംപ്ലീറ്റ് ചെയ്യേണ്ട, അതിനകത്ത് ഒരെണ്ണം കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. ഡൽഹിയിലെ ഗവൺമെന്റിന്റെ ചെറിയ ഇഷ്യൂസ് കൊണ്ടാണ് സിവിൽ വർക്കുകൾ നടക്കുന്നില്ലായിരുന്നു. അത് ഈ അടുത്ത ഏപ്രിലിൽ തന്നെ, മാർച്ച് ഏപ്രിലുകൊണ്ട് തന്നെ ഈ ബ്രൗൺഫീൽഡ് എക്സ്പാൻഷൻ, അതായത് രാജസ്ഥാനിലെ അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ ബ്രൗൺഫീൽഡ് എക്സ്പാൻഷൻ കൃത്യമായിട്ട് കംപ്ലീറ്റ് ആവും. ആന്ധ്രാപ്രദേശിലെ Q4 മാർച്ചിൽ തന്നെ കംപ്ലീറ്റ് ആവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ രാജസ്ഥാനിലെ ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ അടുത്ത Q2 കംപ്ലീറ്റ് ആവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നത് ഗുജറാത്തിലെ എക്സ്പാൻഷൻ ആണ്. അത് അവർ ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, എങ്കിലും അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ അത് അവിടെ ഡെവലപ്മെന്റ് അവർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പം അവരുടെ PEB സെക്ടറിലുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം 1,33,000 മെട്രിക് ടൺ ആണ് കപ്പാസിറ്റി. അതേപോലെ സാൻഡ്വിച്ച് പാനലിന്റെ ആണ് നോക്കിയാൽ ഏകദേശം 13 ലക്ഷമാണ് അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ ബ്രൗൺഫീൽഡ് എക്സ്പാൻഷൻസ് വരുന്ന സമയത്ത് തന്നെ ഏകദേശം 1,70,000 ആയിട്ട്, അതായത് 1,30,000, 1,70,000 ആയിട്ട് PEB സെക്ടറിലെ അവരുടെ കപ്പാസിറ്റി കൂടും. അതായത് ഏകദേശം ഒരു 27-28% കപ്പാസിറ്റി കൂടും. അത് ഈ ഒരു മാർച്ച് ഏപ്രിലുകൊണ്ട് തന്നെ കൂടും. ഏകദേശം 30% കൂട്ടിക്കും. അതുപോലെ തന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയർ Q2 ആവുന്ന സമയത്തേക്ക് ഇവരുടെ പുതിയ ഗ്രീൻഫീൽഡ് എക്സ്പാൻഷനോട് വരുന്നതുകൊണ്ട് തന്നെ അവിടുന്ന് വീണ്ടും ഒരു 30% ഗ്രോത്ത് വരുന്നുണ്ട്. അതായത് 1,70,000 എന്നുള്ളത് 2,20,000 ആയിട്ട് കൂടും. അതായത് 50,000 മെട്രിക് ടണ്ണോട് കൂടും. സെയിം ടൈമിൽ അപ്പുറത്ത് സാൻഡ്വിച്ച് പാനലുകൾ ഏകദേശം കപ്പാസിറ്റി 21 ലക്ഷമായിട്ട് കപ്പാസിറ്റി അതിൻ്റെയും കൂടും. അത് പറഞ്ഞു വന്നാൽ മൊത്തത്തിൽ അടുത്ത ഒരു 6 മാസം 8 മാസത്തിനുള്ളിൽ കമ്പനിയുടെ PEB-യിലാണെങ്കിലും അതേപോലെ തന്നെ സാൻഡ്വിച്ച് പാനലിലാണെങ്കിലും മൊത്തത്തിൽ 65%-ഓളം ഇവരുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ നടക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ബിസിനസ്സിന് ഗ്രോ ചെയ്യാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് മാനേജ്മെന്റ് ആ രീതിയിൽ ക്യാപെക്സ് ചെയ്യുന്നത്. ഈ എക്സ്പാൻഷൻസ് എല്ലാം IPO റേസ് ചെയ്ത ഫണ്ട് ത്രൂ ആണ് ഇപ്പോൾ ഉള്ളത്. ബ്രൗൺഫീൽഡ് എക്സ്പാൻഷൻ, ഗ്രീൻഫീൽഡ് എക്സ്പാൻഷനും. അതേപോലെ ഇനിയിപ്പോൾ അടുത്ത ഗുജറാത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 50 കോടി രൂപയോളം അടുത്ത ഫിനാൻഷ്യൽ ഇയർ അവർ സ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞത്. ഡെപ്റ്റിൽ അവർ ഏകദേശം 70 കോടിയോളം തിരിച്ചടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ നെറ്റ് ഡെപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ നെഗറ്റീവിലാണ്. അതായത് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. IPO ഫണ്ട് അവരിൽ റിമൈൻ ചെയ്യുന്നത് കൂടാതെ തന്നെ അത് ഒഴിവാക്കിയാൽ പോലും കമ്പനി നെറ്റ് ഡെപ്റ്റ് നെഗറ്റീവിൽ തന്നെയാണുള്ളത്. അതേപോലെ അവരുടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി പറയുന്ന സമയത്ത് പറയേണ്ടായിരുന്നു. അതായത് കപ്പാസിറ്റി ഇപ്പോൾ യൂട്ടിലൈസേഷൻ ചെയ്യുന്ന ഏകദേശം 74% ടോട്ടൽ കപ്പാസിറ്റിയുടെ. സോ അതുകൊണ്ട് തന്നെ അവർ കപ്പാസിറ്റിയുടെ കൺസ്ട്രെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ ഒരു ക്വാർട്ടറിൽ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റലും ചെറുതായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അത് മാനേജ്മെന്റ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ, അതായത് Q2 നോക്കുമ്പോഴത്തേക്കും വർക്കിംഗ് ക്യാപിറ്റൽ കുറവായിരുന്നു, 23-24 ഒക്കെ ആയിരുന്നു. അത് അന്ന് തന്നെ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ആ ഒരു ക്വാർട്ടറിലെ എക്സെപ്ഷൻ ആയിട്ട് കൂട്ടിയാൽ മതി. നോർമലി ഒരു 30-35 ഡേയ്സിൽ നമുക്കത് എക്സ്പെക്ട് ചെയ്യാന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് കമ്പനി പെർഫോം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയേക്കുന്നത് അത് നോർമലൈസ് ആയതാണ് കമ്പനിയുടെ. അതുകൊണ്ട് തന്നെ അതൊരു വലിയ കൺസേൺ ആയിട്ടുള്ള കാര്യമല്ല. ഈ പറഞ്ഞ നമുക്ക് എന്തൊക്കെയാണോ കൺസേൺ തോന്നിയിരുന്നത് അതെല്ലാം നമുക്ക് ഈ ഒരു മാനേജ്മെന്റ് കമ്പനിയിൽ തന്നെ ക്ലിയർ ആയിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ഗ്രോത്ത് എന്തുകൊണ്ട് താഴെ പോയി എന്നുള്ള കാര്യം, അതേപോലെ അടുത്ത ക്വാർട്ടറിൽ അവർ കൃത്യമായിട്ട് പെർഫോം ചെയ്യുമെന്നുള്ള കാര്യം, ഈ ഫിനാൻഷ്യൽ ഇയറിലെ ടാർഗറ്റ് അച്ചീവ് ആവും എന്നുള്ള കാര്യം, EBITDA മാർജിൻസിന്റെ കാര്യം, അതേപോലെ കമ്പനിയുടെ ഈ പറഞ്ഞ പോലെ സ്റ്റീലിന്റെ പ്രൈസ് കൂടിയ സമയത്ത് കമ്പനിയുടെ മാർജിൻസിനെ അഫക്ട് ചെയ്യുന്നതായിട്ട് അത് അത്ര രീതിയിൽ അഫക്ട് ചെയ്തിട്ടില്ല. അത് മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇവർ നോർമലി 7 to 8 മന്താണ് ഇവർക്ക് ഒരു ഓർഡർ കംപ്ലീഷന് വേണ്ടി വരുന്നത്. അതിനകത്ത് ആദ്യത്തെ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഡിസൈനിങ് കാര്യങ്ങളാണ്. അവസാനത്തെ ഒരു 2 മാസം എന്ന് പറഞ്ഞാൽ ഇവർ സൈറ്റിൽ കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പ്രൊഡക്റ്റിനെ സൈറ്റിൽ കൊണ്ടുപോയിട്ട് അവരവിടെ കൺസ്ട്രക്ട് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 3 മാസം നമുക്ക് ഒഴിവാക്കാം. അതിനുശേഷം ഒരു 4-5 മാസമാണ് ഇവർക്ക് ആക്ച്വലി ഈ പറഞ്ഞ പോലെ സ്റ്റീലിന്റെ പ്രൈസിന്റെ വേരിയേഷൻ ഇവരെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഏകദേശം ഒരു 40 to 45 ഡേയ്സ് ഉണ്ട് ഇൻവെന്ററി ഡേയ്സ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അത്രയും 45 ദിവസം അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓൾറെഡി ഇവരുടെ മെറ്റീരിയൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർ വീക്ക്ലിയാണ് ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽ ഇൻടേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രൈസിൽ ചെറിയ ഫ്ലക്ച്വേഷൻസ് വരുന്നതിനനുസരിച്ചിട്ട് ഇവർക്ക് അതിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ സ്റ്റീൽ പ്രൈസിൽ ഇങ്ങനെ വേരിയേഷൻ വരുന്നതൊന്നും കമ്പനി ആ രീതിയിൽ എഫക്ട് ചെയ്യില്ല. 2022 ഫെബ്രുവരി സമയത്തൊക്കെ സ്റ്റീൽ പ്രൈസ് ഏകദേശം ഒരു 40%ഓളം കൂടിയിരുന്നു. ആ സമയത്ത് കമ്പനിയിൽ ലോസ് വന്നിരുന്നു. സോ ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രൈസിൽ വ്യത്യാസം വന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒന്നും അഫക്ട് ചെയ്യില്ല എന്നുള്ള കാര്യം തന്നെയാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അതിനകത്തും വലിയ കൺസേൺസ് ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എംപ്ലോയി കോസ്റ്റ് കൂടിയിരിക്കുന്ന കാര്യം അത് മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് ഗൈഡൻസ് തന്നിട്ടുണ്ട്. പിന്നെ ഓർഡർ ബുക്ക് കൃത്യമായിട്ട് അവരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ അടുത്ത ക്വാർട്ടറിൽ അവർ ആ ഒരു പെർഫോമൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൺസേൺസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഈ ഒരു ക്വാർട്ടറിൽ ഫിനാൻഷ്യൽ ഫിഗേഴ്സ് താഴെ പോയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റോക്ക് ഓൾറെഡി 10% ഡൗൺ ആണ്, ലോ സർക്യൂട്ടിലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ഈ മാനേജ്മെന്റ് കമ്മിറ്റി എനിക്ക് അത്യാവശ്യം ബുള്ളിഷ് ആയിട്ട് അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല, ന്യൂട്രൽ ആയിട്ടൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഓവറായിട്ട് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ല. മാർക്കറ്റ് എങ്ങനെയാണ് ഇതിനോട് റിയാക്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നാളെ അറിയാനായിട്ട് പറ്റും. എന്തായാലും കമ്പനിക്ക് അടുത്ത ക്വാർട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്റർആർച്ചിന്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഇന്റർആർച്ച് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക, അതായത് അവർ പറഞ്ഞതിനെ കഴിഞ്ഞ് മുകളിൽ എക്സിക്യൂട്ട് ചെയ്യുക, നല്ല ഗ്രോത്ത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റോക്കിനെ ചെറിയ രീതിയിൽ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ആളുകൾ കുറച്ചുകൂടെ സേഫ് ആയിട്ട് ഇന്റർആർച്ച് ഫീൽ ചെയ്യും. ഓൾറെഡി ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന നല്ല കമ്പനികളാണ്. അതായത് M&B കുറച്ച് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ. അവരുടെ റിസൾട്ടോടെ വരണം. അതായത് ഇവരുടെ റിസൾട്ട് 3 കമ്പനികളുടെ വരട്ടെ. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ജ്വല്ലറി സെക്ടർ ചെയ്ത പോലെ തന്നെ നമുക്ക് എല്ലാ കമ്പനികളുടെ റിസൾട്ട് നമുക്ക് ഒന്നിച്ചൊന്ന് കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാം ഏത് കമ്പനിയാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ള കാര്യത്തിൽ. ഇപ്പം എന്തായാലും ഇതിനകത്ത് ഇങ്ങനൊരു കൺസേൺ നിൽക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ റിസ്കിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസും കാര്യങ്ങളും സ്റ്റോക്കിനെ നന്നായി പഠിച്ചതിന് ശേഷം എടുക്കുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.